Hallelujah. Let us begin this time of worship this evening by singing Malayalam hymn number 1. இந்த மாலை வேளையிலே முதலாவது மலையாள பாடலை பாடி நம்முடைய ஆராதனை வேளை நாம் தொடங்குவோமாக. ഈ സന്ധ്യാവേളയിൽ ഒന്നാമത്തെ മലയാളം പാട്ട് പാടി നമ്മുടെ സംഗീത ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടാം നാം പൂർണ്ണ ഹൃദയത്തോടെ, തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. ശ്രേഷ്ഠമാം രക്ഷ നൽകിയല്ലോ, അത് ദൈവത്തിൻ ദാനമത്രേ. ശ്രേഷ്ഠമാം രക്ഷ നൽകിയല്ലോ, അത് ദൈവത്തിൻ ദാനമത്രേ. തൻ പ്രിയ സുതനായി ചേർത്തുകൊള്ളുവാൻ കരുണ തോന്നിയല്ലോ. തൻ പ്രിയ സുതനായി ചേർത്തുകൊള്ളുവാൻ കരുണ തോന്നിയല്ലോ. യഹോവയ്ക്കു പുതിയൊരു പാട്ട് പാടാം നാം പൂർണ്ണ ഹൃദയത്തോടെ, തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. തന്റെ നാമത്തെ വിളിച്ചിടുമ്പോൾ അവനുത്തരമരുളിടുമേ. തന്റെ നാമത്തെ വിളിച്ചിടുമ്പോൾ അവനുത്തരമരുളിടുമേ. വിപത്തു വേളയിൽ അന്വേഷിച്ചിടുകിൽ വിടുവിച്ചിടും കർത്താവ്. വിപത്തു വേളയിൽ അന്വേഷിച്ചിടുകിൽ വിടുവിച്ചിടും കർത്താവ്. യഹോവയ്ക്കു പുതിയൊരു പാട്ട് പാടാം നാം പൂർണ്ണ ഹൃദയത്തോടെ, തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. അഗ്നിശോധനകളിലെ പ്രിയ മനം തളർന്നിടാതെ താങ്ങും. അഗ്നിശോധനകളിലെ പ്രിയ മനം തളർന്നിടാതെ താങ്ങും. ക്രിസ്തുവിൻ നാളത്തിൽ തേജസ്സ് പകർച്ചയും മനവും അണിയിക്കുമേ. ക്രിസ്തുവിൻ നാളത്തിൽ തേജസ്സ് പകർച്ചയും മനവും അണിയിക്കുമേ. യഹോവയ്ക്കു പുതിയൊരു പാട്ട്
സ്തുതിച്ചിടാമേ. തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. പതിനായിരങ്ങളിലും ശ്രേഷ്ഠ അതിസുന്ദരനേ പ്രിയൻ. പതിനായിരങ്ങളിലും ശ്രേഷ്ഠ അതിസുന്ദരനേ പ്രിയൻ. ദിവ്യമുഖമതു ദർശിക്കുന്നാണത് ഏറ്റവും ആസന്നമേ. ദിവ്യമുഖമതു ദർശിക്കുന്നാണത് ഏറ്റവും ആസന്നമേ. യഹോവയ്ക്കു പുതിയൊരു പാട്ട് പാടാം നാം ഹൃദയത്തോടെ. തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. നാഥനോടും കീഴും സ്വർഗീയ ഗേഹം അതിൽ വസിച്ചിടാൻ കാരണമായി. നാഥനോടും കീഴും സ്വർഗീയ ഗേഹം അതിൽ വസിച്ചിടാൻ കാരണമായി. എത്തിടവതിനായി ആത്മാവിൽ ഒരുങ്ങിടമേ. എത്തിടവതിനായി ആത്മാവിൽ ഒരുങ്ങിടമേ. യഹോവയ്ക്കു പുതിയൊരു പാട്ട് പാടാം നാം പൂർണ്ണ ഹൃദയത്തോടെ. തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. തപ്പുകളോടെ കിന്നരത്തോടെ യഹോവയെ സ്തുതിച്ചിടാമേ. Hallelujah. Let us continue this time of worship by singing Hindi hymn number 17. 17வது ஹிந்தி பாடலை பாடி நாம் தொடர்ந்து கர்த்தரை ஆராதிப்போமாக. 17ാമത്തെ ഹിന്ദി പാട്ട് പാടി നമ്മുടെ ആരാധനയെ നമുക്ക് തുടരാം. मसीह की सेना हम युद्ध करेंगी, हथियारों को बांधकर सामना करेंगी. मसीह की सेना हम युद्ध करेंगी, हथियारों को बांधकर सामना करेंगी. विश्वास में दृढ़ हो मल्लयुद्ध करेंगी, विजय निश्चय है यीशु के नाम से. विश्वास में दृढ़ हो मल्लयुद्ध करेंगे, विजय निश्चय है यीशु के नाम से. क्रूस पर जय पाई यीशु ने, क्रूस की गवाह होकर लड़ेंगे. क्रूस पर जय पाई यीशु ने, क्रूस की गवाह होकर लड़ेंगे. आत्मा की तलवार वचन से शैतान पर हम जय पाएंगे. आत्मा की तलवार वचन से शैतान पर हम जय पाएंगे. मसीह की
सेना हम युद्ध करेंगे, हथियारों को बांधकर सामना करेंगे। मसीह की सेना हम युद्ध करेंगे, हथियारों को बांधकर सामना करेंगे। विश्वास में दृढ़ हो मलयुद्ध करेंगे, विजय निश्चय है यीशु के नाम से। विश्वास में दृढ़ हो मलयुद्ध करेंगे, विजय निश्चय है यीशु के नाम से। दुष्ट की जलती तीरों को विश्वास की डाल से बुझाएंगे, दुष्ट की जलती तीरों को विश्वास की डाल से बुझाएंगे। विश्वास की अच्छी लड़की दुनिया पर जय पाएंगी। विश्वास की अच्छी लड़की दुनिया पर जय पाएंगी। मसीह की सेना हम युद्ध करेंगे, हथियारों को बांधकर सामना करेंगे। मसीह की सेना हम युद्ध करेंगे, हथियारों को बांधकर सामना करेंगे। विश्वास में दृढ़ हो मलयुद्ध करेंगे, विजय निश्चय है यीशु के नाम से। विश्वास में दृढ़ हो मलयुद्ध करेंगे, विजय निश्चय है यीशु के नाम से। मेमने के लहू से जय पाकर, धार्मिकता की झिलम पहनकर, मेमने के लहू से जय पाकर, धार्मिकता की झिलम पहनकर, सत्य से अपने कमर को कसकर बुरे दिनों का सामना करें। सत्य से अपने कमर को कसकर बुरे दिनों का सामना करें। मसीह की सेना हम युद्ध करेंगे, हथियारों को बांधकर सामना करेंगे। मसीह की सेना हम युद्ध करेंगे, हथियारों को बांधकर सामना करेंगे। विश्वास में दृढ़ हो मलयुद्ध करेंगे, विजय निश्चय है यीशु के नाम से। विश्वास में दृढ़ हो मलयुद्ध करेंगे, विजय निश्चय है यीशु के नाम से। यीशु ने विनाशी दुआ की, आंसू बहाकर विनती की। यीशु ने विनाशी दुआ की, आंसू बहाकर विनती की। मृत्यु पीड़ा से लड़ेंगे, प्रार्थना करके हम जय पाएंगे। मृत्यु पीड़ा से लड़ेंगे, प्रार्थना करके हम जय पाएंगे। मसीह की सेना हम युद्ध करेंगे, हथियारों को बांधकर सामना करेंगे। मसीह की सेना हम युद्ध करेंगे, हथियारों को बांधकर सामना करेंगे। विश्वास में दृढ़ हो मलयुद्ध करेंगे, विजय निश्चय है यीशु के नाम से। विश्वास में दृढ़ हो मलयुद्ध करेंगे, विजय निश्चय है यीशु के नाम से। अपने प्राण को प्रिय न जाने, मरते दम तक हम लड़ेंगे। अपने प्राण को प्रिय न जाने, मरते दम तक हम लड़ेंगे। सेनाओं का राजा प्रकट होगा, धर्म का मुकुट हमें मिलेगा। सेना का राजा प्रकट होगा, धर्म का मुकुट
हम युद्ध करेंगे, हथियारों को बांधकर सामना करेंगे। मसीह की सेना हम युद्ध करेंगे, हथियारों को बांधकर सामना करेंगे। विश्वास में दृढ़ हो हम युद्ध करेंगे, विजय निश्चय है यीशु के नाम से। विश्वास में दृढ़ हो हम युद्ध करेंगे, विजय निश्चय है यीशु के नाम से। Hallelujah. Let us continue this time of worship by singing Tamil hymn number 12. 12வது தமிழ் பாடலை பாடி தொடர்ந்து நாம் கர்த்தரை ஆராதிப்போமாக. 12ാമത്തെ തമിഴ് പാട്ട് പാടി നമുക്ക് വീണ്ടും ആരാധിക്കാം. பொன்னிலும் பசும் பொன்னிலும் அருமை, இசு தேனிலும் தெளி தேனிலும் இனிமை. பொன்னிலும் பசும் பொன்னிலும் அருமை, இசு தேனிலும் தெளி தேனிலும் இனிமை. கர்த்தரி கர்த்தருக்கு ஸ்தோத்திரம், காருண்ய கரத்தால் தாங்கினாரே. கர்த்தரி கர்த்தருக்கு ஸ்தோத்திரம், காருண்ய கரத்தால் தாங்கினாரே. காலைதோறும் புதிய கிருபைந்து தம் பெரிதான உண்மையால் நடத்தினாரே. காலைதோறும் புதிய கிருபைந்து தம் பெரிதான உண்மையால் நடத்தினாரே. பொன்னிலும் பசும் பொன்னிலும் அருமை, இசு தேனிலும் தெளி தேனிலும் இனிமை. பொன்னிலும் பசும் பொன்னிலும் அருமை, இசு தேனிலும் தெளி தேனிலும் இனிமை. கர்த்தரின் வேதமு குறைவற்றதால் உயிர்ப்பிக்குதே இந்த ஆத்துமாவே. கர்த்தரின் வேதமு குறைவற்றதால் உயிர்ப்பிக்குதே இந்த ஆத்துமாவே. கர்த்தரின் சாட்சிய சத்தியமே வேதையாமேந்தனை ஞானியாக்குதே. கர்த்தரின் சாட்சிய சத்தியமே வேதையாமேந்தனை ஞானியாக்குதே. பொன்னிலும் பசு பொன்னிலும் அருமை, இசு தேனிலும் தெளி தேனிலும் இனிமை. பொன்னிலும் பசும் பொன்னிலும் அருமை, இசு தேனிலும் தெளி தேனிலும் இனிமை. கர்த்தரின் தூய்மையான கற்பனை என் கண்களை தெளிவாக்கிடுதே. கர்த்தரின் தூய்மையான கற்பனை என் கண்களை தெளிவாக்கிடுதே. கர்த்தருக்கு பயப்படும் பயமோ சுத்தவானாக்கினிலே நிறுத்து. கர்த்தருக்கு பயப்படும் பயமோ சுத்தவானாக்கினிலே நிறுத்து. பொன்னிலும் பசும் பொன்னிலும் அருமை, இசு தேனிலும் தெளி தேனிலும் இனிமை. பொன்னிலும் பசும் பொன்னிலும் அருமை, இசு தேனிலும் தெளி தேனிலும் இனிமை.
சந்தோஷிக்கும் கர்த்தரின் நியாயங்கள் செம்மையாமே உண்மையாயிருதயம் சந்தோஷிக்கும் கர்த்தரின் ஆவியோ இங்கே உண்டு விடுதலை சுகம் ஜெயம் இங்கே உண்டு கர்த்தரின் ஆவியோ இங்கே உண்டு விடுதலை சுகம் ஜெயம் இங்கே உண்டு பொன்னிலும் பசும் பொன்னிலும் அருமை இசு தேனிலும் தெளி தேனிலும் இனிமை பொன்னிலும் பசும் பொன்னிலும் அருமை இசு தேனிலும் தெளி தேனிலும் இனிமை கர்த்தரின் வருகையில் அதிசயிக்கிறோம் விழிப்புடன் ஜெபத்தோடு காத்திருப்போம் கர்த்தரின் வருகையில் அதிசயிக்கிறோம் விழிப்புடன் ஜெபத்தோடு காத்திருப்போம் சகலமாம் பிள்ளையாய் சிங்காசனத்தில் இயேசுவோடிருப்போம் சகலமாம் பிள்ளையாய் சிங்காசனத்தில் இயேசுவோடிருப்போம் பொன்னிலும் பசும் பொன்னிலும் அருமை இசு தேனிலும் தெளி தேனிலும் இனிமை பொன்னிலும் பசும் பொன்னிலும் அருமை இசு தேனிலும் தெளி தேனிலும் இனிமை. Hallelujah. Let us end this time of worship by singing Malayalam hymn number 10. 10வது மலையாள பாடலை பாடி ஆராதனை இந்த வேளையை நாம் முடிப்போமாக. 10ാമത്തെ മലയാളം പാട്ട് പാടിയും ഈ ആരാധന വേളയെ നമുക്ക് അവസാനിപ്പിക്കാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ആത്മമണാളൻ തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ക്രിസ്തേശുവിൻ പേർക്കാൽ പാടു സഹിച്ചിടാം ക്രൂശെടുത്തു കൊണ്ടനുഗമിച്ചിടാം. ക്രിസ്തേശുവിൻ പേർക്കാൽ പാടു സഹിച്ചിടാം ക്രൂശെടുത്തു കൊണ്ടനുഗമിച്ചിടാം. അന്ത്യത്തോളവ് സഹിച്ചിടുന്നവർ തേജപൂർണരാ തൻ കൂടി വാഴുമേ. അന്ത്യത്തോളവ് സഹിച്ചിടുന്നവർ തേജപൂർണരായി തൻ കൂടി വാഴുമേ. ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം. ലോക സംഭവങ്ങളിൽ നാം ഒഴിഞ്ഞു പോകുവാൻ തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ലോക സംഭവങ്ങളിൽ നാം ഒഴിഞ്ഞു പോകുവാൻ തൻ മുൻപിൽ നിൽക്കുവാൻ പ്രാപ്തരാകുവാൻ. ഏതു നേരത്തു അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചു തൻ വരവിനൊരുങ്ങിടാം. ഏതു നേരത്തു അതിജാഗ്രതയായി ഉണർന്നും പ്രാർത്ഥിച്ചു തൻ വരവിനൊരുങ്ങിടാം. ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം.
ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം തൻ തിരുമുമ്പിൽ നാം മേന്മലയായി നിഷ്കളങ്കരായി ജീവിച്ചിടണം തൻ തിരുമുമ്പിൽ നാം നിർമ്മലരായി നിഷ്കളങ്കരായി ജീവിച്ചിടണം സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം സൽഗുണങ്ങളിൽ സമ്പൂർണനാണവൻ തൻ പിൻഗമിപ്പവർ തന്നെ പോലാകണം ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം വിശുദ്ധന്മാർ ഗണം എടുക്കപ്പെട്ടിടുമോ കൈവിടപ്പെടുന്നോ സംഭ്രമിച്ചിടുമേ വിശുദ്ധന്മാർ ഗണം എടുക്കപ്പെട്ടിടുമോ കൈവിടപ്പെടുന്നോ സംഭ്രമിച്ചിടുമേ വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോ വിശുദ്ധ രാജനോടെന്നും വാഴുമേ വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോ വിശുദ്ധ രാജനോടെന്നും വാഴുമേ ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം ഈ ലോകരേറ്റവും നിന്ദിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തുവോ ഈ ലോകരേറ്റവും നിന്ദിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തുവോ സത്യമാർഗത്തിൽ നിലനിന്നതാം ചെലു നിത്യയുഗങ്ങൾ വാഴും കാന്തയായി സത്യമാർഗത്തിൽ നിലനിന്നതാം ചെലു നിത്യയുഗങ്ങൾ വാഴും കാന്തയായി ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം വിശുദ്ധന്മാർ ഗണം എടുക്കപ്പെട്ടിടുമോ കൈവിടപ്പെടുന്നോ സംഭ്രമിച്ചിടുമേ വിശുദ്ധന്മാർ ഗണം എടുക്കപ്പെട്ടിടുമോ കൈവിടപ്പെടുന്നോ സംഭ്രമിച്ചിടുമേ വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോ വിശുദ്ധ രാജനോടെന്നും വാഴുമേ വിശുദ്ധ ജീവിതം ചെയ്തു ജീവിപ്പോ വിശുദ്ധ രാജനോടെന്നും വാഴുമേ ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം ആത്മമണാള് തൻ വിശുദ്ധന്മാർക്കായി വേഗം വന്നിടുമേ കാത്തിരിക്കുക നാം ഈ ലോകരേറ്റവും നിന്ദിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തുവോ ഈ ലോകരേറ്റവും നിന്ദിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തുവോ സത്യമാർഗത്തിൽ നിലനിന്നതാം ചെലു നിത്യയുഗങ്ങൾ വാഴും കാന്തയായി സത്യമാർഗത്തിൽ നിലനിന്നതാം ചെലു നിത്യയുഗങ്ങൾ വാഴും കാന്തയായി ഈ ലോകരേറ്റവും നിന്ദിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തുപോയി ഈ ലോകരേറ്റവും നിന്ദിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമടുത്തുപോയി സത്യമാർഗത്തിൽ നിലനിന്നതാം ചെലു നിത്യയുഗങ്ങൾ വാഴും കാന്തയായി സത്യമാർഗത്തിൽ നിലനിന്നതാം ചെലു നിത്യയുഗങ്ങൾ വാഴും കാന്തയായി ഈ ലോകരേറ്റവും
നിന്നിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമെടുത്തു പോയി. ഈ ലോകരേറ്റവും നിന്നിച്ചിരുന്നവർ വന്നിതരാകാൻ കാലമെടുത്തു പോയി. സത്യമാർഗത്തിൽ നിലനിന്നതാം ജനം നിത്യയുഗങ്ങൾ വാഴും കാന്തയായി. 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 We have only come to the first day of the convention. നാം കൺവെൻഷൻ முதலாம் നാளுக்கு தான் வந்திருக்கிறோம். ஆனாலும் கூட നമ്മുടെ കൺവെൻഷന്റെ ഒന്നാം നാളിൽ നാം എത്തിയിട്ടേ ഉള്ളൂ എങ്കിൽ പോലും as we sang just now, we are now at the very at the threshold. The coming of the Lord is at the threshold. It's so near. கர்த்தருடைய வருகையானது வாசல் படி அண்டையிலே வந்திருக்கிறது. நாம் கர்த்தருடைய வருகைக்கு மிகவும் சமீபமாக இருக்கிறோம். ഇപ്പോൾ നാം പാടിയതുപോലെ കർത്താവിന്റെ വരവ് അടുക്കലായി അവൻ വാതിൽക്കൽ എത്തി കഴിഞ്ഞിരിക്കുന്നു. It could be that Jesus may come at the end of this meeting. It could be Jesus may even come now. இந்த கூட்டத்தின் முடிவில் இயேசு வரக்கூடும். இப்பொழுதுதானே இயேசு வரக்கூடும். ഒരുപക്ഷേ ഈ യോഗം അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയോ യേശു വന്നേക്കാം. Hallelujah. So we have to be ready now. ஆகவே இப்பொழுதுதானே நாம் ஆயத்தமாக இருக்க வேண்டும். ஆகையால் நாமோ இப்பொழுதே ഒരുക്കമുള്ളവരാகണം. Pray always. எப்பொழுதுமே விழித்திருந்து ஜெபம் பண்ணுங்கள். எல்லாம் இப்பொழுதும் உணர்ந்து பிரார்த்திக்குவி. So that you can become worthy to stand before the Son of God, the Son of Man when He appears. மனுஷகுமாரன் வெளிப்படும் பொழுது அவருக்கு முன்பாக நீங்கள் நிற்கும்படியாக பாத்திரவான்களாக எண்ணப்படும்படியாக മനുഷ്യപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ മുൻപാകെ നിൽക്കുവാൻ നിങ്ങൾ യോഗ്യരായി മാറ്റപ്പെടേണ്ടത്. The word of God says, we having the first fruits of the Spirit, we are the first fruits, the firstborn, we groan with the Holy Spirit within us. We pray, travailing in fervent prayer. ஆவியின் முதற்பலன்களை பெற்றவர்களாகிய நாம் நம்முடைய ஆவியிலே நாம் போராடி நாம் அந்த முதற்பலன்களாக மாற்றப்படும்படியாக நாம் அவர்களுக்காக ஏங்கி தவித்து நாம் ஜெபத்திலே வருத்தப்பட்டு நாம் பிரசவ வேதனைப்பட்டு ஜெபிக்கிறோம். ആത്മാവിൽ ആദ്യം ലഭിച്ചവരായ നാം കൂടെ ശരീരവിനുടപ്പായ പുത്രത്വത്തിന് വേണ്ടി ആത്മാവിൽ ഞരങ്ങി നാം പോരാടി പ്രാർത്ഥിക്കുന്നവരാകുന്നു. Why travailing? Because the man child, overcoming light is going to come forth. எதற்காக பிரசவ வேதனைப்படுகிறோம்? அந்த ஜெயம் கொண்ட ஆண் பிள்ளை, அந்த ஜெய ஜீவியமானது புறப்பட்டு வரப்போகிறது. ആ ഈറ്റുനോവ എന്തിനു വേണ്ടി ജയാളിയായ ആൺകുട്ടി പുറപ്പെടുവാൻ സമയമായി. The church is called the woman that is a wonder in heavenly places. சபையானது உன்னதங்களில் New Testament spirit baptized church. புதிய ஏற்பாட்டு சபையாகியதான ஆவியினால் நிரப்பப்பட்டதான சபையானது வானத்திலே காணப்படுகிறதான ஒரு ஸ்திரீக்கு அடையாளமாக சொல்லப்பட்டிருக்கிறது. അഭിഷേകത്തെ പ്രാപിച്ചതായ പുതിയ നിയമ സഭയോ ആകാശത്തിലെ ഒരു സ്ത്രീയായി അത്ഭുതവും അടയാളവുമായി കാണപ്പെടുന്നു. The woman is not travailing, but inside that woman there is an elect group. They are loving Jesus and loving His appearing, travailing in prayer. ஆனாலும் கூட அந்த ஸ்திரீயானவள் பிரசவ வேதனைப்பட்டு அழுகிறது இல்லை. அவளுக்குள்ளே ஒரு தெரிந்திருக்கப்பட்டதான கூட்டத்தார் இருக்கிறார்கள். அவர்கள் தான் பிரசவ வேதனைப்பட்டு அலறி கண்ணீர் விட்டு ஜெபத்திலே போராடி கொண்டிருக்கிறார்கள். ആ സ്ത്രീ അവൾ ഈറ്റുനോവ് കൊണ്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു കൂട്ടം രഹസ്യമായ ഒരു ആൺകുട്ടി അവർ പ്രാർത്ഥനയിൽ പോരാടി ഞരങ്ങി അവനായി കാത്തിരിക്കുന്നു. If you pray a normal prayer, you are the woman. You will be left behind at the coming of the Lord. நீங்கள் சாதாரணமாக ஜெபிப்பீர்கள் என்றால் நீங்கள் அந்த ஸ்திரீயாக காணப்படுவீர்கள். கர்த்தருடைய வருகையிலே நீங்கள் கைவிடப்படுவீர்கள். നിങ്ങൾ വെറും സാധാരണ മട്ടിൽ മാത്രം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ സ്ത്രീ മാത്രമാകുന്നു. യേശു വരും, നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. But the elect in that woman, they are striving in prayer. ஆனால் அந்த ஸ்திரீக்குள்ளே காணப்படுகிறான தெரிந்தெடுக்கப்பட்டவர்களோ ஜெபத்திலே போராடி கொண்டிருக்கிறார்கள். എന്നാൽ സ്ത്രീയുടെ ഉള്ളിൽ വൃതന്മാർ അവർ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. They are praying in tongues mightily in the Holy Spirit. அந்நிய பாஷைகளில் பேசி பரிசுத்தாவின் நிறைந்து வல்லமையாக ஜெபித்துக் கொண்டிருக்கிறார்கள். അവർ അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവിൽ ശക്തിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Those who want to be the elect, give room to the Holy Spirit. யாரெல்லாம் தெரிந்து கொள்ளப்பட்டவர்களாக இருக்கும்படியாக விரும்புகிறீர்களோ பரிசுத்தாவிற்கு இடம் கொடுங்கள். വൃതന്മാർ ആകുവാൻ വാഞ്ചിക്കുന്നവർ എല്ലാവരും
பரிசுத்தாத்மாவின் இடம் கொடுக்குவீர். Speak in tongues in such a way, if Jesus comes now, we must fly away. இயேசு இப்பொழுது வெளிப்பட்டால் உடனடி அவரோடு கூட நாம் பறந்து போகக்கூடிய அந்த நிலவரத்திலே அந்நிய பாஷைகளிலே பேசுவோமாக. அந்நிய பாஷைகளில் சம்சாரிക്കാം. ഒരുപക്ഷെ യേശു ഇപ്പോൾ വന്നാൽ നാം എല്ലാവരും പറന്നു പോകണം. Hallelujah, hallelujah. Oh, when you pray in the spirit, that man child is being formed. You're overcoming life. You're being transformed. ஆவியினாலே நிறைந்தவர்களாக நாம் ஜெபிக்கும் பொழுது அந்த ஆண் பிள்ளையானது நமக்குள்ளே உருவாக்கப்படுகிறது, நாம் மறுரூபமாக்கப்படுகிறோம். ஆகையால் நாம் ஆத்மாவில் பிரார்த்திக்குമ്പോൾ ആൺകുട്ടിയും ഉരുവായി വരുന്നു. നാം രൂപാന്തരപ്പെട്ട ജയജീവിതം അവകാശമാക്കുന്നു. Transformation, sanctification, transformation. மறுரூபமாக்கப்படுகிறோம், நாம் பரிசுத்தமாக்கப்படுகிறோம். ഒരു രൂപാന്തരം, ഒരു വിശുദ്ധീകരണം അത് നമ്മിൽ ഉണ്ടാകുന്നു. So the overcoming life part of it, in the anointing, the Spirit of God is destroying Satan's power, the power of the world, the power of the flesh, sin, sickness, death, whatever it be. அந்த ஆவிக்கு நம்ம ஜெயம் கொண்ட ஜீவியத்தை பொறுத்தவரையிலும் நம் ஆவியினால் நிரப்பப்படும் பொழுது சாத்தானின் வல்லமைகள், பாவத்தின் வல்லமைகள், சாபத்தின் வல்லமைகள், மரணத்தின் வல்லமைகள், உலகத்தின் வல்லமைகள் எதுவாக இருந்தாலும் எல்லாவற்றையும் ஆவியானவர் அழித்து போடுகிறார். ஆகையால் நாம் ஜெயாளிகளாக நாம் மாறியவராகி நம் ஆத்மாவில் பிரார்த்திக்கும்போது தெய்வ ஆத்மாവ് സാത്താനിയ ശക്തികളെ, ലോകത്തെ, മരണത്തെ, പിശാചിനെ, പാപത്തെ എന്താണെങ്കിലും എല്ലാവற்றையும் നശിപ്പിച്ചു കളയുന്നു. Also the power of sickness is being destroyed by the anointing. அபிஷேகத்தின் மூலமாக வியாதியின் வல்லமையும் கூட அழிக்கப்படுகிறது. മാത്രമല്ല അഭിഷേകത്താൽ രോഗശക്തിയും നശിപ്പിക്കപ്പെട്ടു പോകുന്നു. Why so many are still bound in sickness? They are not getting filled in the spirit, not realizing that anointing is destroying the spirit of sickness. எத்தனையோ பேர் ஏன் இன்னும் வியாதியினாலே கட்டப்பட்டவர்களாக, Workers and believers, இந்த ஊழியக்காரரும் விசுவாசிகளும் ஏன் இன்னும் வியாதியினாலே கட்டப்பட்டவர்களாக இருக்கிறார்கள்? ஆவியினாலே அந்த வியாதியின் வல்லமைகள் அழிக்கப்படுகிறது என்பதை இன்னும் உணராதவர்களாக, ஆகவே அந்த ஆவியினாலே வியாதியின் வல்லமையினாலே கட்டப்பட்டவர்களாகவே இருக்கிறார்கள். ശുശ്രൂഷകരിലും ദൈവമക്കളിലും പലരും ഇപ്പോഴും ആത്മാവിൽ നിറയുവാൻ കഴിയാതെ ഇരിക്കുന്നതായി, രോഗികളായിരിക്കുവാൻ കാരണം എന്ത്? ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് രോഗാത്മാവിനെ നശിപ്പിച്ചെന്നുള്ള അറിവ് ഇല്ലായ്കയാണത്രേ. They are not really not realizing that they are not filling in the spirit to destroy the spirits of sickness by the anointing. அபிஷேகத்தின் மூலமாக இந்த வியாதியின் வல்லமைகளை அழிக்க முடியும் என்பதை உணராதவர்களாக, அது நிமித்தமாக ஆவியினால் நிரப்பப்படாதவர்களாக இருக்கிறார்கள். അത് മനസ്സിലാക്കാത്തതുകൊണ്ട് ആ രോഗാത്മാവിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവർ വീണ്ടും ആത്മാവിൽ നിറയാതെ ഇരിക്കുന്നു. Jesus was anointed with the Holy Ghost and power, healing all that were oppressed of the devil. இயேசு பரிசுத்தாவினால் வல்லமையால் அபிஷேகம் பண்ணப்பட்டவராக பிசாசினால் பிடிக்கப்பட்ட யாவரையும் சுகமாக்கினார். യേശു പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ടവനായി എല്ലാ വ്യാധിക്കാരെയും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കി. Right now, as you get the fullness of the anointing, இப்போதுதான் அபிஷேகத்தின் நிறைவை நீங்கள் பெற்றுக்கொள்ளும் பொழுது, ഇപ്പോൾ തന്നെ അഭിഷേകം നിറവിനെ നിങ്ങൾ പ്രാപിച്ചാൽ the spirits of sickness and death and the world and the flesh are being destroyed. அந்த வியாதியின் வல்லமைகள், உலகத்தின் வல்லமைகள், பிசாசின் வல்லமைகள், பாவத்தின் வல்லமைகள், மரணத்தின் வல்லமைகள் எல்லாம் எப்பொழுது அடிக்கப்பட்டு போகிறது. രോഗത്തിന്റെ ശക്തി, മരണം, ലോകം, പാപം എല്ലാം ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു പോകുന്നു. But if you want to overcome like Jesus, he was full of the Spirit, come into the fullness. இயேசு ஜெயித்தது போல நீங்கள் ஜெயிக்க வேண்டும் என்றால் அவரை விதமாக ஆவியினாலே நிறைந்தவராக இருந்தாரோ நீங்களும் அந்த அபிஷேகத்தின் நிறைவுக்குள்ளே கடந்து வாருங்கள். യേശു ജയിച്ചതുപോലെ നിങ്ങൾക്കും ജയിക്കണമെങ്കിൽ Only those who overcome like Jesus should be on the throne. இயேசு ஜெயித்தது போலவே ஜெயிக்கிறவர்கள் மாத்திரமே சிங்காசனத்தின் மேலே வீற்றிருப்பார்கள். യേശുവിനെ പോലെ ജയാളികളാകുന്നവർ മാത്രമേ സിംഹാസനം അവകാശമാക്കുകയുള്ളൂ. Speak in tongues, come to the fullness. அந்நிய பாஷைகளிலே பேசுங்கள், அந்த நிறைவுக்குள்ளே கடந்து வாருங்கள். അന്യ ഭാഷയിൽ സംസാരിക്കുവിൻ, ആത്മനിറവിൽ കടന്നു വരുവിൻ. Hallelujah. சிலர் விதமாக நினைக்கிறார்கள், நான் சத்தமிட்டு கத்தி அந்நிய பாஷைகளிலே பேசும்படியாக எனக்கு பலன் இல்லை. ചിലർ ചിന്തിക്കുന്നത് എനിക്ക് ഉച്ചത്തിൽ ആത്മാവിൽ നിറയുവാൻ, അന്യഭാഷ പറയുവാൻ ശക്തി ഇല്ല എന്നാണ്. No, on the day of Pentecost they didn't shout. When they prepared their heart, they believed the word, Holy Spirit power came mightily. They spoke mightily. அது அப்படியல்ல. பெந்தேகோஸ்தே என்னும் நாளிலே அவர்கள் விதமாக சத்தமிட்டு கூச்சலிடவில்லை. தங்கள் இருதயங்களை அவர்கள் ஆயத்தப்படுத்தினார்கள், கர்த்தருடைய வசனத்தை விசுவாசித்தார்கள். அப்பொழுது பரிசுத்த
பரிசுத்தாவினர் அவர்கள் மேலே வல்லமையாக இறங்கின பொழுது அவர்கள் விதமாக பரிசுத்தாவினால் நிரப்பப்பட்டு அந்நிய ഭാഷകളിலே വല്ലമായി பேசினார்கள். അങ്ങനെയല്ല, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ തങ്ങളുടെ ഹൃദയത്തെ ഒരുക്കി വചനം വിശ്വസിച്ചു. ദൈവാത്മാ ബലത്തോടുകൂടെ ഇറങ്ങി അവർ ശക്തിയോടെ അന്യഭാഷയിൽ സംസാരിച്ചതായിരുന്നു. Now it's going to come like a rushing mighty wind, like fire. If you prepare, you don't need to shout. The anointing will come and make you to speak in tongues mightily. இப்போது பலமான அந்த காற்றை போல அவர் பெரிதான அக்கினியை போல உங்கள் மேல் இறங்கி வருகிறார். நீங்கள் கூச்சலிட வேண்டியதில்லை. நீங்கள் விசுவாசித்தால் போதும் அவர் உங்கள் மேலே வல்லமையாக வந்து இறங்கி நீங்கள் வல்லமாக அந்நிய பாஷைகளிலே பேசும்படியாக அவர் செய்வார். ഇപ്പോൾ കൊടിയ മുഴക്കം പോലെ അഗ്നി ജ്വാല പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ പോകുന്നു. നിങ്ങൾ ബഹളമുണ്ടാക്കേണ്ട, ദൈവാത്മാവ് വരും, നിങ്ങൾ അന്യഭാഷകൾ സംസാരിക്കും. Hallelujah. 2 minutes only, we are going to finish this time of worship. 2 நிமிடங்கள் மாத்திரமே மீதியாக இருக்கிறது. ஆராதனை இந்த பகுதியை நாம் முடிக்க போகிறோம். ഈ സമയം തീർക്കുവാൻ 2 നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. For giving us His mighty outpouring, mighty anointing, helping us to prepare our hearts, believe His word, and receive that fullness of the anointing shall be praised God. கர்த்தர் நமக்கு தந்ததான வல்லமையான பொழிந்தருளுவதற்காக, கர்த்தர் நமக்கு தந்ததான வல்லமையான அபிஷேகத்திற்காக நாம் நம்முடைய இருதயங்களை ஆயத்தப்படுத்தி கர்த்தருடைய வார்த்தையை விசுவாசித்து அவருடைய வல்லமையான அபிஷேகத்தை பெற்றுக்கொள்ள கர்த்தர் நமக்கு உதவி செய்தபடி நாம் கர்த்தரை ஸ்தோத்திரிப்போம். നമ്മുടെ മേൽ ചൊരിഞ്ഞതായ വലിയ പരിശുദ്ധാത്മ പകർച്ചയ്ക്കായി, ഒരു അഗ്നി അഭിഷേകത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയപ്പോൾ, വചനത്തെ വിശ്വസിച്ചപ്പോൾ ശക്തിയുള്ള ഒരു അഭിഷേകത്താൽ ദൈവം നമ്മെ എല്ലാവരും നിറച്ചതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah. See, the whole meeting depends on this anointing session. இந்த முழு கூட்டம், and the rest of the time we get filled in the Spirit. The whole meeting depends on this anointing. முழு கூட்டமானதும் நாம் இப்பொழுது ஆவியினால் நிரப்பப்படுகிறதான இந்த பகுதியும் இதுக்கு பிற்பாடும் ஆவில் நிறைகிறதான அந்த பகுதியை சார்ந்ததாக இருக்கிறது. ഈ യോഗം മുഴുവനും ആശ്രയിച്ചിരിക്കുന്ന അതിന്റെ ആധാരം നമ്മുടെ ആത്മനിറവിന്റെ ഈ സമയവും നാം പിന്നത്തേതിൽ ആത്മാവിൽ നിറയുന്ന ആ വേളയുമാകുന്നു. The day of Pentecost, when the Holy Spirit came mightily, great things took place from that moment onwards. பெந்தேகோஸ்து என்னும் நாளிலே பரிசுத்தாவினர் வல்லமையாக இறங்கினதான அந்த நேரம் தொடங்கி பெரிதான மகத்தான செயல்கள் நடப்பிக்கப்பட்டன. പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മാവ് ശക്തിയോടും കൂടെ ഇറങ്ങി വന്നു. ആ ക്ഷണം മുതൽ അത്ഭുതങ്ങൾ, വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തുടങ്ങി. Many came to repentance, obeyed the truth and became believers. Many were joined to the fellowship. அநேக ஜனங்கள், திரளான ஜனங்கள் சத்தியத்தை கேட்டு அதை விசுவாசித்து மனம் திரும்பி அவர்கள் நம்முடைய தேவனுடைய ஜனங்களோடு கூட அவர்களும் சேர்க்கப்பட்டார்கள். അനേകായിരങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടു മാനസാന്തരപ്പെട്ടു, സത്യം കൈക്കൊണ്ട് കൂട്ടായ്മയിൽ ചേർന്ന് വന്നു. Many, so the Lord did great things. Every time they got together, they were filled with the fullness of the Holy Spirit. எப்பொழுதெல்லாம் அவர்கள் ஒன்றாக கூடி பரிசுத்தாவின் அந்த நிறைவினாலே நிரப்பப்பட்டார்களோ அப்பொழுதெல்லாம் பெரிய காரியங்களை கர்த்தர் செய்தார். അവർ എപ്പോഴെല്ലാം ഒന്നായി കൂടി ആത്മനിറവോടുകൂടി ആരാധിച്ചുവോ എല്ലായ്പ്പോഴും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. Helping us to yield to the fullness of the Spirit first. The Holy Spirit must do His work, mighty work in us. Two, He must do it through us, giving us grace every moment, every day to yield to the fullness of the anointing. Shall we praise God? பரிசுத்தான அந்த வல்லமைக்கு, அந்த நிறைவான அபிஷேகத்திற்கு நாம் இடம் கொடுக்கும்படியாகவும் அதன் மூலமாக அவர் முதலாவதாக நமக்குள்ளே பெரிய காரியங்களை செய்யும்படியாகவும், இரண்டாவதாக நம் மூலமாக பெரிய காரியங்களை செய்யும்படியாகும் அந்த பரிசுத்தாவின் நிறைவுக்கு இப்பொழுதும் ஒவ்வொரு நாளும் எல்லா சந்தர்ப்பங்களும் நம்மை ஒப்புக் கொடுக்க கர்த்தர் நமக்கு கிருபை தரும்படியாக நாம் கர்த்தரை ஸ்தோத்திரிப்போம். പരിശുദ്ധാത്മ നിറവിനായി ഓരോ നിമിഷവും ഓരോ യോഗത്തിലും ഓരോ നാളും പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുവാനും അത് മുഖാന്തരമായി ആദ്യം നമ്മിലും രണ്ടാമതായി എല്ലാവരിലും ദൈവം തന്നെ വലിയ പ്രവൃത്തി ചെയ്യേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah. Praise you, Lord. Praise you, Lord. Praise you, Lord. Let us pray. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയാലും ദയയാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. അവിടുത്തെ കൃപയിൽ ദൈവം ഞങ്ങളെ മറച്ചതിനായി ഒരിക്കൽ കൂടെ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഈ കൺവെൻഷന്റെ 1-ാം രാത്രിയിലും ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം
കർത്താവെ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ദൈവം അവിടുന്ന് സഹായിച്ച ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ മീറ്റിംഗിന്റെ ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ കർത്താവ് അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിംഗ് കർത്താവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്തോത്രം. കർത്താവ്, ഇന്ന് രാത്രിയും കടന്നു വന്നിരിക്കുന്നതായ ജനത്തിന്റെ അവസ്ഥകളെ അറിയുന്നവനായ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞങ്ങളുടെ മധ്യയെ അയച്ച് ഞങ്ങളെ വിടുവിച്ചുകൊണ്ടിരുന്നതിനായിട്ട് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ ആത്മാവ് എവിടെയെല്ലാം വ്യാപരിച്ചിരുന്നുവോ അവിടെയെല്ലാം വലിയ ഒരു വിടുതലുണ്ടായി, അനുഗ്രഹമുണ്ടായി, സമാധാനമുണ്ടായി, അനേകർ രക്ഷിക്കപ്പെട്ടു. കർത്താവായ യേശു മുഖാന്തരം അത്ഭുതങ്ങൾ നടന്നു. കർത്താവെ, ഈ കൺവെൻഷൻ കൂട്ടങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉണങ്ങിക്കിടന്നതായ അസ്ഥികളെയും ജീവിപ്പിച്ചതായ ദൈവശക്തി ഈ ദിവസങ്ങളിൽ കർത്താവ് ഈ പന്തലിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവ് രക്ഷിക്കണമേ, അനേകർക്ക് വിടുതൽ നൽകണമേ, അനേകർ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഈ മീറ്റിംഗ് മുഖാന്തരമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ആത്മാവെന്ന ആദിദാനം പ്രാപിച്ചതായി ഞങ്ങൾ പുത്രത്വത്തിനായിട്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് ഈ കൺവെൻഷൻ മുഖാന്തരമായി അനേകർ കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. കർത്താവേ, സ്തോത്രം. ശുശ്രൂഷയ്ക്കായി കർത്താവെ നിയോഗിക്കപ്പെട്ടതായ വിശുദ്ധന്മാരെ ദൈവം അധികാരപ്പെടുത്തി ശക്തീകരിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയമായ ആലോചന ദൈവം നൽകി തരേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക ഹൃദയങ്ങളെ ഇന്ന് രാത്രി ദൈവം തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനമാകുന്ന വിത്ത് ആ ഹൃദയങ്ങളിൽ വീണ് കർത്താവെ അത് ഫലമുള്ളതായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയെ അയക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷകളെല്ലാം കർത്താവ് തന്നെ ഏറ്റെടുത്തതിനായി സ്തോത്രം. കർത്താവെ, പല പ്രശ്നങ്ങളോട്, ഭാരത്തോട്, ദുഃഖത്തോട്, വേദനയോട് വന്നിരിക്കുന്നതായ ജനം ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ സകലവും നിവർത്തിച്ച് കർത്താവെ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞവനായ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് പാപത്തിൽ നിന്നും കർത്താവെ മരണത്തിൽ നിന്നും രോഗശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചവരായി അനേകർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ മുഖാന്തരമായി തീരണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്നുള്ളതായി മീറ്റിംഗ് എല്ലാം കർത്താവ് നടത്തി തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ.